ഹലോ, ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട്. ധന്യ അവള് ആഷ്ലിൻ്റെ ലിജോൻ്റെ ഉണ്ണീനെ കാണാൻ പോകാൻ വന്നതാ കേട്ടോ. കഴിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവള് വന്നപ്പോൾ ഇതേ പഴം, പിന്നെ ഉണ്ണിക്ക് ഉടുപ്പ്, തണ്ണിമത്താൻ സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോ തന്നെ. ഓക്കെ, അപ്പം ഞങ്ങൾ ചോറിന് അരി കേട്ടോ. നിങ്ങളൊക്കെ ചോറ് ഉച്ചക്കാലത്ത് ഉണ്ണ. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനിട്ട് ഞങ്ങൾ ആശീരി അവിടേക്ക് പോണത് കാണിച്ചു തരാം. ഓക്കെ, അച്ഛനും മോളെ കൂടി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചോറിനിട്ട് ആഷ്ലീൻ്റെ ഉണ്ണീനെ കാണാനായിട്ട് ധന്യവാദമാണ്. വേറെ ഒന്നുമല്ല, നാളെ ഇവിടുത്തെ അമ്മേരെ ജോസേൻ്റെ അമ്മയുടെ കുർബാന ജോലിയിലാണ്. അവർക്ക് നാളെ വരാൻ പറ്റില്ല. അവരൊക്കെ ഈ പള്ളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ഉള്ളവരുടെ. അപ്പോൾ അവർക്ക് നാളെ അത് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ വിഷമം പറയുന്ന അവർക്കറിയാം. അപ്പോൾ അവൾ ഇന്ന് വന്നു, അതിൽ വളരെ സന്തോഷമുണ്ട് ധന്യോട്. അപ്പോൾ ഇനി ഞങ്ങൾ ചോറിനുണ്ട്, പിന്നീട് അടുത്ത് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. ആഷ്ലിയുടെ വീഡിയോ പോണ്. അവൾക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഉണ്ണിയെ കാണാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് കാണാനില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ അവള് ഉണ്ണിക്ക് എന്താ മേടിച്ചിരുന്നു അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിൽ എന്താ മേടിച്ചറിയുന്നത് എനിക്കറിയില്ല. അവിടെ ചേർന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പോവാം. മയോ എല്ലാവരും ഓക്കെ. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ പോകണ്ട കേട്ടോ. നമ്മൾ പോയിട്ട് വരാം. നീ സ്ലോ ആക്കി നിന്നിട്ട് ഞാൻ കയറാൻ നിങ്ങൾ വരുമ്പോൾ എനിക്ക് വീട്ടിലെത്തി. ഞങ്ങൾ ഇറങ്ങാറായിട്ട് ഉണ്ണീനൊക്കെ കണ്ടു. ഉണ്ണിക്കിതേ കുറേ ഉടുപ്പും, പിന്നെ ഇതൊക്കെ എന്തൊരു സാധനം, സോക്സ് ആണോ സ്ലീവ്, എന്ത് സാധനം, സോക്സ് അടി തന്നെയത്. ഒക്കെ നീളത്തിൽ നിൽക്കൂല കാലുമിക്ക്. സോക്സ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്, കാലിൻ്റെ മുട്ട് വരെ നിൽക്കും തോന്നുന്നു കണ്ടിട്ട്. നല്ലൊരു സംഭവമായി. അതും നല്ലൊരു സെറ്റ് ഉടുപ്പും ഇവിടെ ധന്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഏതാ? അയ്യോ ഡിയർ ആഷ്ലി, അതേ ഞങ്ങൾ ഇറങ്ങിട്ടോ. പോട്ടെ, ബായ് കേട്ടോ, ബായ്.